കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര വരെ പഠിച്ചേ? 80 വരെ പഠിച്ചില്ലേ? 80 വരെ പഠിച്ചില്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയില്ലേ 80 വരെ? യെസ്. ഇനി 90 വരെയും 99 100 വരെ ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? നിങ്ങൾ എഴുതി പഠിക്കുവോ? മിസ് പറഞ്ഞു തരണോ? എന്താ റിച്ചാർഡേ? നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കി കുറച്ചുകൂടി 20 നമ്പേഴ്സും കൂടി പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99. ഇപ്പൊ നിങ്ങൾ തൽക്കാലം 99 വരെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. ഈ 81, 82 ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയില്ലേ? 71, 72 എഴുതിയില്ലേ? അതേപോലെ ഈ 1, 2, 3, 4 സ്പെല്ലിംഗ് അറിയുന്നത് കൊണ്ട് 81, 82 ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ നിങ്ങള് നോട്ട്ബുക്ക് എടുത്ത എല്ലാരും നമ്പർ എഴുതാനുള്ള എളുപ്പ വഴി മിസ് പറഞ്ഞുതരാം. ഇതിന്റെ സ്പെല്ലിംഗ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മിസ് ഇവിടെ എഴുതുന്നത് പോലെ നിങ്ങൾ എഴുതണേ. ഓക്കെ, നോട്ടിനകത്ത് എഴുതണം. ആരും സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ. ഓക്കെ, മിസ് എഴുതുന്നത് പോലെ എഴുതണേ. 1, 2, ഈ സ്പെല്ലിംഗ് മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, 1, 2, 3, 4. നിങ്ങൾ പതുക്കെ എഴുതിയാൽ മതി കേട്ടോ, സ്പീഡൊന്നും ആക്കണ്ട. സ്പെല്ലിംഗ് പറഞ്ഞോണ്ട് എഴുതണം എല്ലാരും. ഓരോന്നിന്റെ സ്പെല്ലിംഗ് ഒച്ചത്തില് പറഞ്ഞോണ്ട് എഴുതണേ. മിസ് കേൾക്കുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ പറയുന്നത്. സ്പെല്ലിംഗ് ഒച്ചത്തിൽ പറഞ്ഞോണ്ട് എഴുതണേ. 6, 7, 8, 9, 10. 10 വരെ എല്ലാവരും എഴുതും. ഇതെല്ലാവർക്കും കാണാതെ അറിയാലോ 10 വരെ. വരെ കാണാതെ അറിയില്ലേ? ഇനി 11 മുതൽ 12, 20 വരെ ഒന്ന് എഴുതിയേ. 11, 12, 13, 14, 15.
20 വരെ എല്ലാവരും ഒന്ന് എഴുതിയത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാ, പെട്ടെന്ന് എഴുതാൻ പറ്റും. ട്വന്റി വരെ എഴുതിയോ? നോക്കട്ടെ ആരൊക്കെ എഴുതി നോക്കട്ടെ. ആരൊക്കെ എഴുതി? എഴുതിയവരൊന്ന് കൈപൊന്നിച്ചേ. അനാമിക എഴുതി. 20 വരെ കംപ്ലീറ്റ് എഴുതിയവര്? സൽമാൻ, ജോവിൻ, അശ്വിനി എഴുതിയ 20 വരെ? ഓക്കെ. അലൻ ജോസഫ് എഴുതി, വെരി ഗുഡ്. ഹാദി എഴുതി, നല്ല കുട്ടി. വേറെ ആരാ? ജോവിൻ, ജോയൽ രണ്ടുപേരും എഴുതിയോ? യെസ്, വെരി ഗുഡ്. അനാമിക പി രാജ് എഴുതി. തിരക്കൊന്നുമില്ല, മെല്ലെ എഴുതിയാ മതി കേട്ടോ. നോക്കാതല്ല എല്ലാരും എഴുതുന്നേ. സ്പെല്ലിങ് പറയുന്നില്ലല്ലോ ആരും എഴുതുമ്പോ. സ്പെല്ലിങ് പറഞ്ഞോണ്ട് എഴുതിയേ. ഒച്ചതി പറഞ്ഞോ, സ്പെല്ലിങ് ഒച്ചതി പറഞ്ഞിട്ട് എഴുതിക്കോ. ഓക്കെ സൽമാൻ, മിസ് കണ്ടു. അനാമിക കൈ താത്തിക്കോ, മിസ് കണ്ടു, എഴുതി കഴിഞ്ഞു. വേറെ ആരാ എഴുതി കഴിഞ്ഞേ? റിച്ചാർഡ് എഴുതി കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. ആദിത്യനും എഴുതി കഴിഞ്ഞോ? യെസ്, വെരി ഗുഡ്. ട്വന്റി വരെ എഴുതിയോ? കഴിയാറായോ? അമൃത എഴുതി കഴിഞ്ഞു, വെരി ഗുഡ്. ആദിത്യൻ എഴുതി കഴിഞ്ഞു. വേറെ ആരാ? റിച്ചാർഡ് കഴിഞ്ഞു. നിവേദ്യ വെരി ഗുഡ്, എഴുതി കഴിഞ്ഞു. ഐഫൂന് എന്താ സ്ലോ ആയിപ്പോയേ? ഹാദ്യ എന്തു പറ്റി? പെട്ടെന്ന് എഴുത്, ഇതാ എല്ലാരും എഴുതി കഴിയാറായി. അഫ്രാസ് എഴുതി കഴിഞ്ഞോ? അഫ്രാസ് എന്താ വീഡിയോ ഓഫ് ചെയ്തേ? ദേവാംഗ വീഡിയോ ഓൺ ചെയ്തേ. മിഗ്ദത്, listen all of you. Ishika finished. Ayan Vijesh, Devarsha. Okay, Anvita K, Niyadas, Amrita. Okay, all of you listen 1 minute. നിങ്ങളെ ക്ലാസ് ടൈമിൽ വീഡിയോ ഓഫ് ചെയ്യല്ലേ. You are not allowed to turn off your video. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കണേ. വീഡിയോ ഓഫ് ചെയ്ത് ആരും ഇരിക്കണ്ട.
ഓക്കെ, എല്ലാരും 20 വരെ എഴുതി കഴിഞ്ഞില്ലേ? അപ്പൊ ഈ 20 വരെയുള്ള അതിന്റെ സ്പെല്ലിംഗ് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എല്ലാവർക്കും കൃത്യമായിട്ട് അറിയില്ലേ? അറിയില്ലേ? ഇനി 21 നമ്മൾ എങ്ങനെ എഴുതും? 20ന്റെ കൂടെ 1 കൂടെ എഴുതും അല്ലേ? അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. 22 ആണെങ്കിലോ 20ന്റെ കൂടെ 2 കൂടെ എഴുതും. 23 ആണെങ്കിൽ 20 കൂടെ 3 എഴുതും. 24, 25 അല്ലേ? അപ്പൊ അതൊക്കെ കഴിഞ്ഞ് 29 കഴിഞ്ഞാൽ വരുന്നത് ഏതാ? 30ന്റെ സ്പെല്ലിംഗ് 20ന്റെ താഴെ 30 എഴുതി എല്ലാവരും. 20ന്റെ താഴെ 30. അപ്പൊ 30 കഴിഞ്ഞ് 31, 32, 33, 34, 35, 36, 37, 38, 39. അത് കഴിഞ്ഞിട്ട് ഏതിന്റെ സ്പെല്ലിംഗ് പഠിച്ചാൽ മതി നമ്മള്? 40 പോരെ? 40ന്റെ സ്പെല്ലിംഗ് പോരെ? 30 കഴിഞ്ഞ് 31, 32, 33 ഒക്കെ 1, 2, 3, 4, 30ന്റെ കൂടെ എഴുതുന്നതല്ലേ? അപ്പൊ 30 കഴിഞ്ഞിട്ട് നമ്മൾ സ്പെല്ലിംഗ് പഠിക്കേണ്ടത് 40. അപ്പൊ അത് കഴിഞ്ഞിട്ട് 41, 42, 43, 44, 45, 46, 47, 48, 49 കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കേണ്ടത് ഏതാ? പിന്നെ ഏതിന്റെ സ്പെല്ലിംഗ് പഠിക്കണം? 50. എന്താ 50ന്റെ സ്പെല്ലിംഗ്? FIFTY. പിന്നെ 51, 50ന്റെ കൂടെ 1 എഴുതും. 52, 50ന്റെ കൂടെ 2 എഴുതും. 53, 54, 55, 56, 57, 58, 59. പിന്നെ ഏതിന്റെ പഠിക്കണം നമ്മള്? 60. ഓക്കെ, 60ന്റെ സ്പെല്ലിംഗ് SIXTY. പിന്നെ 61, 62, 63, 64, 65, 66, 67, 68, 69. പിന്നെ ഏത് വരും? 69 കഴിഞ്ഞാൽ 70. അപ്പൊ നമ്മൾ 70ന്റെ സ്പെല്ലിംഗ് പഠിക്കാം. 70 കഴിഞ്ഞിട്ട് 71, 72, 73, 74, 75, 76, 77, 78, 79. 79 കഴിഞ്ഞിട്ട് 80. വെരി ഗുഡ്. 80ന്റെ സ്പെല്ലിംഗ് എന്താ? EIGHTY. EIGHTY. 80. ഓക്കെ, അപ്പൊ 80 കഴിഞ്ഞിട്ട് 81, 82, 83, 84, 85, 86, 87, 88, 89 കഴിഞ്ഞാല് 90, 90. 90ന്റെ സ്പെല്ലിംഗ് എന്താ? NINETY. 90. അത് കഴിഞ്ഞിട്ട് 91, 92, 93, 94, 95, 96, 97, 98, 99. ഓക്കെ, 99 വരെ പഠിച്ചാൽ മതി. 100 ഇപ്പൊ വേണ്ട. ഓക്കെ, അപ്പൊ നമ്മള് 2 ഡിജിറ്റ് നമ്പേഴ്സ്, 2 അക്കങ്ങളുള്ള നമ്പേഴ്സ് 99 വരെ പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? അപ്പൊ നിങ്ങൾ എത്ര എണ്ണത്തിന്റെ സ്പെല്ലിംഗ് പഠിച്ചാൽ മതി? ഈ കാണുന്ന ഇതിന്റെ മാത്രം സ്പെല്ലിംഗ് പഠിച്ചാൽ മതി. കണ്ടോ?
സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഇത്രയും മാത്രം നിങ്ങൾ സ്പെല്ലിംഗ് പഠിച്ചാല് 99 വരെയുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ ആർക്കും? ഇതെല്ലാരും പഠിച്ചില്ലേ? ഇപ്പൊ 90 മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. 90ന്റെ സ്പെല്ലിംഗ് NINETY. അപ്പൊ നമ്മൾ എത്ര വരെ പഠിച്ചു? 99 വരെ പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? എന്താ ആർക്കും ഉഷാറില്ലാത്ത പഠിച്ചു എന്ന് പറയാൻ? പഠിച്ചില്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ടെക്സ്റ്റിലുള്ള കുറച്ച് വർക്ക് ചെയ്യാം അല്ലെ? കുറെ ദിവസമായാലും ഈ നമ്പേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പേജ് നമ്പർ 91 എടുത്തേ. 91, പേജ് നമ്പർ 91. ഇനിയിപ്പോ നിങ്ങൾക്ക് പേജ് നമ്പർ ഒക്കെ നോക്കി വായിക്കാൻ പറ്റുമല്ലോ. 91 എന്ന് പറഞ്ഞാല് 91 നോക്കി എടുക്കാൻ പറ്റൂലേ? അമ്മേനെ വിളിക്കണോ? വേണ്ട. പേജ് നമ്പർ 91 എടുത്തേ. എക്സസൈസ് 4.1 കണ്ടോ? കണ്ടോ? അതെങ്ങനെ ചെയ്യാം നമ്മള്? മാച്ച് ദ നമ്പർ നെയിം വിത്ത് ഇറ്റ്സ് നമ്പർ. നിങ്ങൾക്ക് ഒരു 12 നമ്പർ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ടല്ലേ നമ്പറിന്റെ, നമ്പർ നെയിമിന്റെ, പിന്നെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് തമ്മിലൊന്ന് മാച്ച് ചെയ്യാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതാ 75 ആണ് ഫസ്റ്റ് വൺ. അത് ആ നമ്പറിലേക്ക് മാച്ച് ചെയ്ത് വരച്ചിട്ടുണ്ടോ? കണ്ടോ? ഒരു ലൈൻ വെച്ച് വരച്ചിട്ടുണ്ടോ? അതുപോലെ അടുത്തത് 96. അതേതാ? 96. അതിലേക്കൊന്ന് മാച്ച് ചെയ്ത് വരച്ചേ. 96ലേക്കൊന്ന് മാച്ച് ചെയ്ത് വരച്ചേ. ആ എക്സാമ്പിളിൽ കാണിച്ചു തന്ന പോലെ വരച്ചോ? എല്ലാവരും ഒന്ന് നോക്കിയേ. ഇതുപോലെയാണോ 96ലേക്ക് വരച്ചത്? നോക്കിയേ, സ്ക്രീനിൽ കാണുന്നുണ്ടോ? 96ലേക്ക് ഇതിലേക്ക് തന്നെയാണോ വരച്ചേ? ആണോ? ഓക്കെ. അപ്പൊ അടുത്തത് നോക്കിയേ, 80. 80ലേക്ക് ഒന്ന് മാച്ച് ചെയ്ത് വരച്ചേ. നിങ്ങള് വരച്ചോ? ഇനി നോക്കിയേ, 80ലേക്ക് മിസ് വരച്ചതുപോലെ തന്നെയാണോ വരച്ചത്? നോക്കിയേ, ഇതാ 80, ഏറ്റവും മേലത്തെ 80 ആണോ? ആണോ? ആരും നോക്കുന്നില്ലല്ലോ സ്ക്രീനിലേക്ക്. ഇതുപോലെ തന്നെയാണോ വരച്ചേ? 80 മേലെ 80ലേക്കാണോ വരച്ചേ? യെസ്, ഓക്കെ. Then next 69. 69 എന്ന് പറയുമ്പോ വരച്ചോ എല്ലാരും? 69 നേരെ ഇങ്ങോട്ട് ആണല്ലോ. ഓക്കെ. Then 32. 32ൽ നിന്ന് നേരെ 32. കണ്ടോ? ഇങ്ങനെ തന്നെയാണോ വരച്ച് നോക്കിയേ? ഇതിലേക്ക് തന്നെയാണോ വരച്ച് നോക്കിയത്? ആണോ? യെസ്. Then last 6th one, 83. 83 ഇതിലേക്ക് തന്നെയാണോ വരച്ചത്? നോക്കിയേ, 83. ആണോ? ദാ 83 നേരെ മുകളിലേക്ക്. ദാ ആണോ? ഇതെല്ലാരും കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടോ? ശരിയാക്കിയവരൊന്ന് കൈവന്നിച്ചേ.
ഇത്രയും എല്ലാം ശരിയായവരൊന്ന് കൈവന്നിച്ചേ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഏഴാമത്തെ ഒന്ന് ചെയ്ത് നോക്കി. 26. അതിന്റെ തൊട്ടപ്പുറത്തെ ഭാഗത്തുള്ളത് ഇത്, തൊട്ടടുത്തുള്ളത് 7th one. 26. വരച്ചോ 26. 26 എന്ന് പറയുമ്പോ 2 6. ഇതാ മിസ് വരച്ചു നോക്കിയേ. 26 2 6 വരച്ചോ. ഓക്കെ, the next one 90. next one 90. ഏറ്റവും ലാസ്റ്റ് വണ്ണിലേക്ക് 90. ഇതാ 90 90. okay, then 82. 82 എന്ന് പറയുന്നത് 82. ഈ 90യുടെ തൊട്ട് മേലെ 90ന്റെ തൊട്ട് മേലെ 82. ശരിയായിട്ടാണോ എല്ലാവരും വരയ്ക്കുന്നത്? ഓക്കെ, then 98. 98 ഇതാ ഏറ്റവും മേലേക്ക് 98. 98 ഏറ്റവും മേലെ 98. okay, then 79. 79 ദാ ഇവിടെ 79. നേരെ ഇങ്ങോട്ട് 79. okay, last one 44. 44 എന്ന് പറയുന്നത് നേരെ മേലേക്ക് പോയാൽ അവിടെ 44. that is 44. is 4. അപ്പൊ എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ എല്ലാരും? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്നറിയോ? ഇന്നത്തെ ഹോംവർക്ക് അതിന് തൊട്ട് താഴെ കണ്ടോ നിങ്ങള്? തൊട്ട് താഴത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? നമ്പർ തന്നിട്ടുണ്ട്, അതിന് തൊട്ടടുത്ത് നമ്പർ നെയിമും തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ മാച്ച് ചെയ്യാം. നമ്പറും നമ്പർ നെയിമും. നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ അടുത്ത് തന്നെ അത് ലെറ്റേഴ്സ് വേർഡ്സിൽ എഴുതിയതും തന്നിട്ടുണ്ട്. അത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യാം. ഇതാണ് ഇന്നത്തെ ഹോംവർക്ക്. മുക്താസ് ചെയ്ത് കഴിഞ്ഞോ? അല്ല, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തോ? സാവിയോ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്നാ ഇപ്പൊ തന്നെ ചെയ്തോ. ഇഷിക ചെയ്ത് കഴിഞ്ഞോ? യെസ്, വെരി ഗുഡ്. എന്നാ ഇപ്പൊ തന്നെ ചെയ്തോ. എന്നിട്ട് അത് ഹോംവർക്ക് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. വെരി ഗുഡ്. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഫോട്ടോ എടുത്തിട്ട് ഹോംവർക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇട്ടാ മതി. ഇപ്പൊ തന്നെ വേഗം ചെയ്തോ, എന്നാ പണിയങ്ങ് തീർന്നില്ലേ. മിഗ്ദത്ത് എവിടെ പോയി? മിഗ്ദത്ത് എവിടെ പോയടാ അതിനിടയില്? ദീക്ഷിത്തെ ചെയ്യുന്നില്ലേ? ആദിത്യം ചെയ്തു കഴിഞ്ഞോ മോനെ? യെസ്, ഓക്കെ. ഇപ്പൊ തന്നെ ചെയ്തോ. ചെയ്തിട്ട് അത് ഹോംവർക്ക് ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ടാ മതി കേട്ടോ. ഹാദി ചെയ്തു കഴിഞ്ഞു. അശ്വിനി ചെയ്തു കഴിഞ്ഞോ? യെസ്, ഓക്കെ. മുക്താസിം ചെയ്തു. പിന്നെ വേറെ ആരാ ചെയ്തേ? ഇഷിക ചെയ്തു കഴിഞ്ഞു. ആദിത്യം ചെയ്തു കഴിഞ്ഞു.
Richard finished. Very good. Aifuna finished. Devarsha, Anamika, Nivedya, Aifuna ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് ഗ്രൂപ്പിൽ ഇടേണ്ടത് ഏതാ? മിസ് ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ രണ്ടാമത് പറഞ്ഞത് എക്സസൈസ് 4.1 ബി മാച്ച് ദ നമ്പർ വിത്ത് ഇറ്റ്സ് നമ്പർ നെയിം. ഓക്കെ, that is for your homework. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും നമ്പേഴ്സ് 99 വരെ പഠിക്കാം. ഈ ചാപ്റ്ററും കൂടി നമുക്ക് തീർന്നിട്ട് വേണം എക്സാം വെക്കാൻ. എക്സാം വേണ്ടേ? യെസ്. ഓക്കെ, അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ട് ഒരു എക്സാം ഒക്കെ വെക്കണം. അതുകൊണ്ട് എല്ലാവരും നമ്പേഴ്സ് ഫുള്ളായിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. അത് കുറച്ചും കൂടെ ഉള്ളൂ ഇത് തീരാൻ. ഓക്കെ, it is time to wind up the class. Let's see in next class. Bye.